കടുത്ത ചൂട് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തിരുന്നു എന്നത് വലിയ ആശ്വാസമാകുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും അതൊന്നും ചൂടിനെ കുറയ്ക്കാൻ അവസരമൊരുക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തണുപ്പ് അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. അതായത് സംസ്ഥാനത്ത് കനത്ത ചൂട് ഇപ്പോഴും തുടരുക തന്നെയാണ്. വേനൽ മഴ കഴിഞ്ഞ ദിവസം ചില ജില്ലകളിൽ എങ്കിലും നേരിയ തോതിൽ ആശ്വാസം പകരുമ്പോഴും വേനൽമഴയിൽ കുറവുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കണക്കുകൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 30% കുറവ് ഉണ്ടാകുന്നു വേനൽമഴയിൽ എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അതേസമയം അടുത്ത 5 ദിവസങ്ങളിലും ഈ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതുപ്രകാരം 9 ജില്ലകളിൽ ആണ് ഇപ്പോൾ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 22 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസവും ഇത്തരത്തിൽ മഴ പെയ്യുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം ഇത്തവണ ഈ മഴ എത്തിയപ്പോഴുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്നത് അതിശക്തമായ കാറ്റുണ്ടായി എന്നതാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ അടക്കം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഇപ്പോൾ വലിയ തോതിൽ ആ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഒരു ചുരുങ്ങിയ സമയത്തിനിടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാറ്റ് ശക്തമായി അടിച്ചത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നതാണ്. എന്തായാലും ചൂടിന് ശമനമില്ല. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉൾപ്പെടെ ഇപ്പോഴും കടുത്ത ചൂട് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഈ ചൂട് വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. അവിടെയാണ് വേനൽ മഴ എത്രത്തോളം ശക്തമാകും എന്നതും നമുക്ക് കാത്തിരിക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മെയ് ആദ്യവാരത്തോടു കൂടി തന്നെ വേനൽ മഴ പരക്കെ ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സാരംഗാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, നമ്മളിപ്പോഴും ആ മഴ കാത്തിരിക്കുകയാണ്. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കുന്ന മഴ വലിയ തോതിൽ ആശ്വാസമാകുന്നുണ്ട്. എങ്കിൽ പോലും രാവിലെ മുതൽ പുലർച്ചെ വരെ നീളുന്ന ചൂട് അതാണിപ്പോൾ ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. തൊട്ടടുത്ത ദിവസവും രാവിലെ ചൂട് ആരംഭിക്കുന്നു. എത്ര വൈകിയാലും, രാത്രി ഏറെ വൈകിയാലും ആ ചൂടിന് കുറവുണ്ടാകുന്നില്ല. ഇതാണിപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം. സാരംഗ്, തീർച്ചയായും അഭിലാഷ്, ഈ ഒരു ചൂട് കൂടി നിൽക്കുന്നത് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം പകൽ സമയത്ത് ഉയർന്ന ചൂടും അന്തരീക്ഷ ഊഷ്മാവ് കൂടി നിൽക്കുന്നതും ഒപ്പം തന്നെ ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്നതും ആൾക്കാർ അധികം പുറത്തേക്ക് ഇറങ്ങാത്തൊരു സാഹചര്യം ഈ ഒരു സാധാരണക്കാർ, അതായത് ഈ ഒരു ഹോട്ടലുകളായിക്കോട്ടെ, ഓട്ടോത്തൊഴിലാളികളായിക്കോട്ടെ, ലോട്ടറി വിൽപ്പനക്കാരായിക്കോട്ടെ, അവരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്.